ചൂരൽമല ഉരുൾപൊട്ടൽ സംഭവിച്ച് ഏകദേശം 30 നാൾ പിന്നിട്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ആ പ്രദേശത്ത് പോയതും അവിടെ കണ്ട കാഴ്ചകളും ഒരു ഞെട്ടലോടെയും ഭീതിയോടെയുമല്ലാതെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഈയൊരു ദൃശ്യം കണ്ടാലറിയാം പെയ്യുന്ന മഴയുടെ കാഠിന്യം എത്രത്തോളമാണെന്ന്. ഇതിലും ഭീകരമായിരുന്നു ഉരുൾപൊട്ടുന്ന സമയത്ത് ആ പ്രദേശത്ത് പെയ്തിരുന്നത്. മലവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിലെത്തിയ ഇരുനില വീടുകളെക്കാളും വലിയ പാറകൾ ഈ പ്രദേശത്താകെ നിറഞ്ഞു കിടക്കുകയാണ്. ഈ പാറകളും കടപുഴകി വന്ന വൻമരങ്ങളും ചെളി നിറഞ്ഞ മലവെള്ളവും ഈ പ്രദേശത്തെ ആകെ മണ്ണിനടിയിലാഴ്ത്തി ഒഴുകിപ്പോയി. ഇത് പുഞ്ചിരിമട്ടം പ്രദേശം. ഇവിടെയെല്ലാം ഒരുപാട് വീടുകളും ആളുകളും തിങ്ങിപ്പാർത്തിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ താമസിച്ചിരുന്നതുമായ ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെയൊന്നും അടയാളങ്ങൾ പോലും ബാക്കി വെച്ചിട്ടില്ല. നമുക്ക് ഈ ഒരു ദൃശ്യം കണ്ടാൽ അറിയാം ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നെന്ന്. ഏകദേശം 1.5 കിലോമീറ്ററിലധികം വീതിയിലാണ് മലവെള്ളം ഒലിച്ചു പോയിരിക്കുന്നത്. ഈ നീർച്ചാലുകളെല്ലാം ഇപ്പോൾ രൂപപ്പെട്ടതാണ് വഴിമാറി ഒഴുകിയ ഉരുൾപൊട്ടൽ സമ്മാനിച്ചത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നതാണ്. ആ വീടിൻ്റെ തറയാണ് ഈ കാണുന്നത്. മലവെള്ളത്തിൽ ഒഴുകിയെത്തിയ പാറക്കൂട്ടങ്ങളും നമുക്ക് പുറകിലായിട്ട് കാണാം. എല്ലാം തകർന്ന ഒരു വീടിൻ്റെ ശേഷിപ്പുകളാണിത്. വീടായിരുന്നു എന്ന് പറയാൻ പോലും കഴിയാത്ത വിധം തകർന്നിരിക്കുന്നു. രക്ഷാപ്രവർത്തകരുടെ സന്നദ്ധ സംഘം എപ്പോഴും ഇവിടെ സജീവമാണ്. മഴ ഒരു വില്ലനായി തന്നെ തുടരുകയാണ്. ഈ കാണുന്നത് പുഞ്ചിരിമട്ടം കോളനിയുടെ ഒരു ഭാഗമാണ്. ഈ പ്രദേശത്തെല്ലാം ഒരുപാട് വീടുകളും ഒരുപാട് ആളുകളും തിങ്ങിപ്പാർത്തിരുന്നൊരു പ്രദേശം. എന്നാൽ അതിൻ്റെ ഒന്നും ഒരു ശേഷിപ്പ് പോലും ബാക്കി വയ്ക്കാതെയാണ് എല്ലാം ഒരു രാത്രി കൊണ്ട് ഉരുൾപൊട്ടൽ കൊണ്ടുപോയത്. ഇവിടെയെല്ലാം രക്ഷാപ്രവർത്തകരും സന്നദ്ധ സംഘടനയിലെ ആൾക്കാരെല്ലാവരും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജീവനുകൾ ഇവിടെ നഷ്ടമായിട്ടുണ്ട്, ഒരുപാട് വീടുകൾ നഷ്ടമായിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ ആർത്തലച്ചെത്തി ഒരു നാടിനെയും നാട്ടുകാരെയും അവരുടെ സമ്പാദ്യവും എല്ലാം വിഴുങ്ങിക്കൊണ്ടാണ് ഉരുൾപൊട്ടൽ ഒഴുകിപ്പോയത്. ഉരുൾപൊട്ടൽ ബാക്കി വെച്ച കുറച്ച് ശേഷിപ്പുകൾ മാത്രമാണ് ഇന്ന് ഇവിടെ അവശേഷിക്കുന്നത്. ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന ഏകദേശം 2 നില വീടിൻ്റെ അത്രയും വലിപ്പമുള്ള പാറകളും വൻമരങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്കിവിടെ ചിന്നിച്ചിതറി കിടക്കുന്നത് കാണാം. ഉരുൾപൊട്ടൽ പൂർണ്ണമായും തകർത്തെറിഞ്ഞ ഈ ഒരു പുഞ്ചിരിമട്ടം കോളനിയിൽ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തിങ്ങിപ്പാർത്തിരുന്നൊരു സ്ഥലം കൂടിയാണ്. ആ ഒരു പ്രദേശമാണ് ഈ ഒരു രീതിയിൽ മലവെള്ളം ഒലിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഉരുളെടുത്ത ഒരു നാടിൻ്റെ അവശേഷിപ്പുകൾ. ദൂരെ കാണാം ഇപ്പോൾ വളരെ ചെറുതായി ഒഴുകുന്നൊരു പുഴ. ആ പുഴ എത്രത്തോളം വലുതായിട്ടാണ് ഉരുൾപൊട്ടൽ സമയത്ത് ഒഴുകിയതെന്ന് ഈ ഒരു ദൃശ്യം നമുക്ക് പറഞ്ഞു തരും. ഇത്രയും ചെറുതായി ഒഴുകിയിരുന്ന ആ ഒരു പുഴയാണ് ഏകദേശം 1.5 കിലോമീറ്ററിലധികം വീതിയിൽ ഒരു നാടിനെ തന്നെ കവർന്നെടുത്തുകൊണ്ട് ഒഴുകിപ്പോയത്. ഈ കുത്തിയൊലിക്കുന്ന പുഴയ്ക്കപ്പുറം ഫോറസ്റ്റ് ഏരിയയാണ്. ആ ഭാഗത്തായി 30ഓളം വരുന്ന കന്നുകാലികൾ ഉള്ളതായിട്ട് അറിഞ്ഞ് രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് പോകാൻ തയ്യാറാവുകയാണ്. കൂടെ വെറ്റിനറി ഡോക്ടേഴ്സും സന്നദ്ധ പ്രവർത്തകരും മറ്റുമുണ്ട്. ജീവൻ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനം. മഴ വീണ്ടും തകർത്ത് പെയ്യുകയാണ്. കലിയടങ്ങാതെ ഒഴുകുന്ന പുഴ നമുക്ക് താഴെയായിട്ട് കാണാം. കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും അതിനരികെ രക്ഷാപ്രവർത്തകർ നിൽക്കുമ്പോൾ അറിയാം പുഴയുടെ വലിപ്പം എത്രത്തോളമാണെന്ന്. ഇതിൻ്റെ 100 ഇരട്ടി വലിപ്പത്തിലും ഒഴുക്കിലുമായിരുന്നു ഉരുൾപൊട്ടുമ്പോൾ ഈ പുഴ ഒഴുകിയതെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ഓർക്കുമ്പോൾ അറിയാം അതിൻ്റെ ഭീതി എത്രത്തോളമായിരുന്നെന്ന്. ഇത്രയധികം വീതിയിലായിരുന്നു മലവെള്ളം ഒഴുകിയെത്തിയത്. പുഴയ്ക്ക് കുറുകെ 3 കമ്പുകളിട്ട് അക്കരെ കടക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. അവിടെയാണ് 30ഓളം വരുന്ന കന്നുകാലികളും മറ്റു വളർത്തുമൃഗങ്ങളും ഉള്ളത്. ഭക്ഷണവും വെള്ളവുമില്ലാതെ അവർ വലയുകയാണ്. കൂട്ടത്തിൽ ഒരു കന്നുകാലി മരണപ്പെട്ടെന്നാണ് അറിഞ്ഞത്. അതിൽ ഗർഭിണിയായ പശുക്കളുണ്ട്, പാൽ ചുരത്തുന്ന പശുക്കളുണ്ട്, പാല് കറക്കാൻ ആരുമില്ലാതെ അകിട് വീർത്ത് തനിയെ ചുരത്തുന്ന പശുക്കളുണ്ട്. അവർ വേദന കൊണ്ട് അലമുറയിടുന്നത് നമുക്കിവിടെ നിന്നാൽ കേൾക്കാൻ കഴിയും. പക്ഷേ ആ ദൃശ്യങ്ങളും അതിൻ്റെ ശബ്ദങ്ങളും ഒന്നും തന്നെ നമുക്കിവിടെ ഉൾപ്പെടുത്താൻ കഴിയില്ല, സഹിക്കില്ല. അവർക്ക് ഫുഡും വെള്ളവും എത്തിക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തകരും മറ്റ് കർഷകരും കൈയും മെയ്യും മറന്ന് ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ്. പുഴയ്ക്ക് കുറുകെ 3 കമ്പുകൾ നിരത്തി അതിലൂടെ അപ്പുറത്ത് കടക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. കലിതുള്ളി ഒഴുകുന്ന പുഴയ്ക്ക് കുറുകെ ഈ കമ്പിലൂടെ നടന്നു വേണം പുറത്തെത്താനായിട്ട്. നമുക്കിവിടെ നിന്ന് ഇതെല്ലാം കാണുമ്പോൾ തന്നെ പേടിയാണ്.
അത്രയും ഭയാനകമായ രീതിയിലാണ് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് തൻ്റെ ജീവൻ പോലും പണയം വെച്ച് മിണ്ടാപ്രാണികളെ സംരക്ഷിക്കാനായിട്ട് ഓരോ കർഷകരും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടേഴ്സും മറ്റ് രക്ഷാപ്രവർത്തകരും സന്നദ്ധ സംഘടനകളിലെ ആൾക്കാരെല്ലാവരും സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഈ ഓണനാളുകളിൽ നമുക്ക് ഇവരെ എല്ലാവരെയും ഓർക്കണം. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനായി വയനാട്ടിലേക്ക് ഓടിയെത്തിയവർ, നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആർമി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ്, അതുപോലെ പോലീസുകാർ, ഒരു സംഘടനയിലും ഇല്ലാതെ സ്വന്തം ജീവൻ പണയം വെച്ച് കൈമെയ് മറന്ന് ഊണും ഉറക്കവുമില്ലാതെ വയനാട്ടിലെ ഒരു തരി ജീവനെങ്കിലും രക്ഷപ്പെടുത്താനായി ഓടിയെത്തിയ ജനങ്ങൾ, അങ്ങനെ ഒരുപാട് പേർ. കൂടാതെ എല്ലാം നഷ്ടപ്പെട്ട്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട്, എല്ലാവരെയും നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരുപാട് ഒറ്റപ്പെട്ടു പോയവർ, അവരെ എല്ലാവരെയും ഈ സമയത്ത് നമുക്ക് ചേർത്ത് പിടിക്കാം.